എന്താണെന്നറിയില്ല, ചില ദിവസങ്ങൾ എണീക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ്ങും നൊസ്റ്റാൾജിയ ആയിരിക്കും. യെസ് ഗൈസ്, എനിക്ക് എൻ്റെ നാടും വീടൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് തട്ടിക്കൂട്ടിയൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ടൻ ചോദിച്ചായിരുന്നു, നീ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചല്ലോ, ഇൻസ്റ്റയിൽ കാണുന്ന ഭംഗിയൊന്നും യൂട്യൂബിൽ കാണുന്നില്ലല്ലോ എന്ന്. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് സീരിയലിൽ ചേച്ചിമാരെ പോലെയല്ല നിൽക്കുക. പിന്നെ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഭയങ്കര ഭംഗിയുള്ള ആളാണെന്നോ മിസ് ഇന്ത്യ ആണെന്നോ മിസ് വേൾഡ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു, അത്രമാത്രം. അങ്ങനെ പറഞ്ഞ് ചായ എത്തിയിട്ടുണ്ട്. പിന്നെ പുറത്ത് പോയി ചായ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൂഡ് സിങ്സൊക്കെ ഒന്ന് മാറി നമ്മൾ നോർമൽ ലൈഫിലോട്ട് വരും. പിന്നെ എല്ലാം ഷടപടയെന്നായിരിക്കും. പുട്ട് റെഡിയാക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ കുഞ്ഞിന് കഴിക്കാനുള്ള റാഗി സെറ്റാക്കുന്നുണ്ട്. എന്നും രാവിലെ ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ആൾക്ക് റാഗിയാണ് കൊടുക്കുക. പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ കറി എന്താണെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഭാഗ്യത്തിന് ഞാൻ തലേ ദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലേക്കും എടുക്കാം, ലഞ്ചിനും എടുക്കാം. അപ്പോൾ അതൊരു ലാഭമായല്ലേ. ഇപ്പോൾ ചോറ് റെഡിയായി, കടലയുണ്ട്, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ഓംലെറ്റ് ഉണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു. ഊണങ്ങനെ തട്ടിക്കൂട്ടി ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, സമയം കിട്ടാണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.